കോൺഗ്രസ് കറ്റാനം ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിലുറപ്പ് മേറ്റുമാരുടെ നിയമനത്തിലെ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കുക, ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, കുടുംബശ്രീയിലെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് പോലീസ് തടഞ്ഞു. മാർച്ച് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കറ്റാനം ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിലുറപ്പ് മേറ്റുമാരുടെ നിയമനത്തിലെ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കുക, ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, കുടുംബശ്രീയിലെ അഴിമതി അവസാനിപ്പിക്കുക, നിയമനങ്ങളിലെ സ്വജനപക്ഷപാതവും അഴിമതിയും അവസാനിപ്പിക്കുക, UDF പഞ്ചായത്ത് മെമ്പർമാരുടെ വാർഡുകളിലേക്ക് ഫണ്ടുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. ഭരണിക്കാവ് കോൺഗ്രസ് ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി കറ്റാനം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ഈ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ആ പെൺകുട്ടിയുടെ മരണം സത്യസന്ധവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഈ പഞ്ചായത്ത് അധികാരികളും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഇവിടെ ആമുഖമായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എന്റെ സെക്രട്ടറിക്കും ഇപ്പോഴും ആ യാഥാർത്ഥ്യം മനസ്സിലായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രദേശത്തെ പ്രാദേശിക ഗവൺമെന്റായി ഒരു പഞ്ചായത്ത് നീങ്ങുമ്പോൾ ആ പഞ്ചായത്തിന്റെ പ്രാദേശിക വിഷയങ്ങൾ പറഞ്ഞു വരുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വികസനങ്ങൾ പേപ്പറിൽ മാത്രം ഒതുക്കിക്കൊണ്ട് വലിയ അഴിമതി നടക്കുന്ന ഒരു പ്രദേശമായി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മാറുന്നു എന്നുള്ളത് കോൺഗ്രസ് മാത്രമല്ല, UDF മാത്രമല്ല, ഭരണിക്കാവിലെ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരടക്കമുള്ളവർ പറയുന്നു. കമ്മ്യൂണിറ്റി ഹാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. ആദ്യമേ ഞാൻ അതിൽ തുടങ്ങാം. നമ്മുടെ KC വേണുഗോപാൽ MP ആയതിനു ശേഷം നമ്മളെല്ലാവരും കൂടി സെപ്റ്റംബർ 8-ാം തീയതി ഒരു സ്വീകരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പാർട്ടി പരിപാടികൾക്ക് കമ്മ്യൂണിറ്റി ഹാൾ ബുക്ക് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് അപേക്ഷ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, മെമ്പറെ 8-ാം തീയതി ഇത് ബുക്ക് ചെയ്തു പോയല്ലോ. ഞാൻ ചോദിച്ചു, ആർക്കാ ബുക്ക് ചെയ്തത്? അത് സുഭാഷ് ഗ്രന്ഥശാല അവരുടെ ഓണാഘോഷ പരിപാടിയായിട്ടാണ് ബന്ധപ്പെട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു ചെക്കോടൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ചെറുപ്പുറത്ത് മുരളി, ചേലക്കാട് രാധാകൃഷ്ണൻ, കട്ടച്ചിറ താഹ, സുരേഷ് തോമസ് നൈനാൻ, G ബൈജു, N മോഹനൻ, കട്ടച്ചിറ ഗോപാലകൃഷ്ണപിള്ള, കട്ടച്ചിറ ശ്രീകുമാർ, MR മനോജ് കുമാർ, വേണുഗോപാൽ S, TT സജീവൻ, പ്രകാശ് D പിള്ള, ചന്ദ്രിക തങ്കപ്പൻ, KR ഷൈജു, സൽമാൻ പൊന്നേറ്റിൽ, സദാശിവൻ പിള്ള, മാത്യു ഫിലിപ്പ്, ശാലിനി S, L അമ്പിളി, ദിലീപ് കട്ടച്ചിറ, പ്രീതി ഗോപൻ, നിഷ കെ സാം, ശരത് കുമാർ, സുറുമി ഷാഹുൽ, സുഹൈൽ ഹാസൻ, KR ഉണ്ണികൃഷ്ണപിള്ള, T രാജൻ, അജി കട്ടച്ചിറ, രജനി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.